ട്രേഡിങ്ങിൽ കൺസിസ്റ്റന്റ് ഇൻകം പോസിബിൾ ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഉത്തരം അതേന്ന് തന്നെയാണ്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് അത് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺസിസ്റ്റന്റ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പ്രൂവൺ ആയിട്ടുള്ള ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി വേണം. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഡിസിപ്ലിൻ ആണ്. ഇതാണ് ട്രേഡേഴ്സിൻ്റെ വജ്രായുധം. കാരണം നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിലും പ്രോഫിറ്റബിൾ ആകാനായിട്ട് കഴിയില്ല. ആ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞാലേ നമുക്ക് പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തത് ലേണിംഗ് ആണ്. കൃത്യമായിട്ട് മാർക്കറ്റിനെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കണം. മാർക്കറ്റ് എന്നും ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള പഠനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്ത് ട്രേഡിങ്ങിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുള്ളൂ. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇമോഷണൽ കൺട്രോൾ. ഒരു കാരണവശാലും ട്രേഡിങ്ങിനകത്ത് ഇമോഷണൽ ഡിസിഷൻ എടുക്കാനായിട്ട് പാടില്ല. ട്രേഡിംഗ് വർക്കൗട്ട് ആകുന്ന ലോജിക്കലി ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി ട്രേഡ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിങ്ങിനകത്ത് പരാജയപ്പെട്ടു പോകാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഇമോഷണൽ ട്രേഡിംഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അപ്പോൾ ട്രേഡിങ്ങിൽ നിന്നും നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ.